എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളവിടെ കുഴിയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴിയൊക്കെ എടുത്ത് ഇന്ന് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സെപ്റ്റിക് ടാങ്ക് ഓൾറെഡി ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം ചെയ്ത് അതിന്ന് ചാർജ് ചെയ്യുകയാണ്. അപ്പം നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കിനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക്. ഇത് ഇന്നലെ കൊണ്ടുവന്ന കുഴിയിലെല്ലാം ഇറക്കി വെച്ചിരിക്കുന്നതാണ്. കുഴിയിലൊക്കെ ഇറക്കി വെച്ച് വെള്ളമൊക്കെ നിറച്ച് നമ്മൾ ഇതിൻ്റെ വാട്ടർ ലെവലും ഓവർഫ്ലോ ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മേള് സ്ലാവ് കോൺക്രീറ്റ് ചെയ്ത് ഗ്യാപ്പ് അടച്ച് ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ കുഴിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതിപ്പം കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. മഴയായത് കാരണം കുഴിയിലൊക്കെ അല്പം വെള്ളമൊക്കെ നിറഞ്ഞ് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതൊക്കെ ഇനി ക്ലിയർ ചെയ്യണം. ഇത് ഇച്ചിരി ലെങ്തിലുള്ള ഏരിയയാണ്. ഇതിവിടെ ഇതാണ് ഫസ്റ്റ് ബാത്റൂം. ഇതിങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 2.5 പൈപ്പോളം ദൂരത്തിലാണ് ഈ കുഴി വരുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറയാണ് ഇവിടെ അടുത്ത ബാത്റൂം വരുന്നത്. ഇത് രണ്ടും ഒരുപോലാണ് കൊടുക്കുന്നത്. ഇതിവിടെ ഒരു പുതിയതായിട്ട് കെട്ടിയ ഒരു കെട്ടാണ്. അപ്പം നല്ലതൊരു താഴ്ചയിൽ നിന്ന് ഇത് കെട്ടി പൊങ്ങിയിരിക്കുന്ന. അപ്പോൾ നമുക്കിങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന് അതിൻ്റെ കുഴിയെടുക്കാനും ഉള്ള സൗകര്യക്കുറവൊക്കെ കാരണമാണ് ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വീട്, ഇത്ര അടുത്താണ് വരുന്നത്. ഇവിടെ സ്പേസും കുറവാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ലെങ്തി വരുന്നുണ്ട്. നമ്മളിതിപ്പം പൈപ്പ് ഇട്ടതാണ്. 4 ഇഞ്ച് പൈപ്പ് ഫസ്റ്റിൽ ഇറക്കി അതിൻ്റെ കുഴി നമ്മൾ കുറച്ച് മൂടുന്നുണ്ട്. അതിൻ്റെ പുറത്തുകൂടെ കുളിമുറിയിലെ വെള്ളം പോകാനുള്ള പൈപ്പ് ലൈനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം 4 ഇഞ്ച് ഇറക്കി കുറച്ചൊന്ന് മൂടുവാണ്. അപ്പോൾ 4 ഇഞ്ച് വന്ന് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലോട്ട് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് ഇറങ്ങുവാണ്. ഈ കുഴി ഇച്ചിരി താഴ്ചയിലാണ് ഈ സെപ്റ്റിക് ടാങ്ക് ഇപ്പം വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ലെവൽ കറക്റ്റ് നമുക്ക് ലഭിക്കാൻ വേണ്ടി. ഇതാണത്. അത് 4 സ്ലാബ് വരുന്നുണ്ട്. അതിപ്പം സിമെൻ്റ് എല്ലാം ഇട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മുമ്പേ പടുതാക്കി ഇട്ട് വെച്ചിരുന്നത്. ഇതാണ് അതിൻ്റെ ഓവർഫ്ലോ വരുന്നത്. അത് സോപ്പിറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ചുറ്റിനും നമ്മൾ ഇത് ഓടൊക്കെ വേസ്റ്റ് പഴയ ഓടുകളൊക്കെ മേടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല ദൂരത്തു നിന്നാണ് ഇത് വരുന്നത്. ഇതാണ് അതിൻ്റെ വീട്. ഈ വീട് ഇതാണ്. അതുപോലെ തന്നെ ഇതൊരു 3.5 ടൺ വരുന്ന ഒരു കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്കാണ്. ഇതൊരു 25 വർഷത്തോളം നമുക്കിത് നിറയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 40 ഫ്ലഷിൻ്റെ ടാങ്കാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 3x7 ആണ്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിലെ വെള്ളം കൂടെ വേസ്റ്റ് പോകാനുള്ളത് ഇതേ കുഴിക്കകത്തോട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. കുഴി വലിപ്പമുള്ളതായതുകൊണ്ട് രണ്ടും ഒരു സൈഡിലോട്ടാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഇത് മണ്ണെല്ലാം ഇട്ട് ഇത് നിറച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. ഏകദേശം 3/4% നമ്മുടെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടപ്പും എല്ലാം വെച്ച് ഇതിന് ചുറ്റിനും ഓടെല്ലാം ഇട്ട് ഫില്ല് ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പം ഞങ്ങൾ 4 പേര് കൂടിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തത്. അപ്പം മഴയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് മണ്ണെല്ലാം ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പം നോക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇപ്പം ഇതാണ് ആ വീട്. ആ വീടിൻ്റെ ഉൾവശങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഫിനിഷ് ചെയ്ത വർക്കുകളൊക്കെ. മണ്ണെല്ലാം എടുത്ത് മൊത്തം ചള്ളയായിരിക്കുകയാണ്, ഗ്രാനൈറ്റ് അല്ലാതെ. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനി എല്ലാം പോളിഷ് വർക്കുകളെല്ലാം ചെയ്യാനുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ വർക്കുകളും ഒക്കെ ഏകദേശം ഫിനിഷ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വീടാണ്. ഇൻറ്റീരിയറിലൊക്കെ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഫൈനൽ പെയിൻറ്റിങ് ആണ് ചെയ്യാനുള്ളത്. ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി അതിൻ്റെ ലൈറ്റുകളൊക്കെ കൊടുക്കാനുള്ളൂ. അതുപോലെ കട്ടളകളൊക്കെ വുഡിൻ്റെ ഡിസൈൻ ചെയ്യാനും ഒക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കിച്ചണാണ്. പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കുന്ന കാരണം കബോർഡുകളെല്ലാം ഫുള്ള് മൂടിയിട്ടിരിക്കുകയാണ്, പെയിൻ്റൊന്നും തെറിക്കാതിരിക്കാൻ. ഇതിൻ്റെ സെക്കൻഡ് കിച്ചണാണ്. ഇത് ഓൾമോസ്റ്റ് ഏകദേശം പണിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മഴയുള്ള ദിവസമാണ്, കാരണം ഇന്ന് പണിക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല സൗകര്യമായിരുന്നു. ഇതതിൻ്റെ വീടിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റെയറാണ്. ഇതിൻ്റെ വാഷ് കൗണ്ടർ. അതുപോലെ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറിയാണ്. ഇതതിൻ്റെ
ടോയ്ലറ്റ്. ഇതൊരു 2 ബെഡ്റൂം ഉള്ളൊരു വീടാണ്. ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്. ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതും ഓൾമോസ്റ്റ് പണിയൊക്കെ തീർന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറേ ഇങ്ങോട്ട് പുതിയതൊക്കെ കൊണ്ടുവന്ന് അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ടോയ്ലറ്റിൻ്റെയൊക്കെ വർക്ക് ഇനിയും ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പോക്സി വർക്കുകളൊക്കെ ചെയ്താലേ നമുക്ക് ക്ലോസറ്റും ടാപ്പും ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ഇനി ഇതിൻ്റെ അകത്ത് വരും. ഒക്കെ ഇനി ടൈല് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. ഇതിൻ്റെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അത് കാണണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി ഈ വീടിൻ്റെ ഫ്രണ്ട് വശം കൂടെ ഒന്ന് കാണിക്കാം. ഫ്രണ്ടിൽ ഈ നേരെ കാണുന്നത് തന്നെയാണ് റോഡ്. ഏകദേശം നമ്മുടെ പണിയൊക്കെ ഫിനിഷ് ആകാറായിട്ടുണ്ട്. ഇനിയിപ്പം മണ്ണിട്ട് നമുക്കൊന്ന് ബോഡി ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.